ഓർമ്മ എനിക്ക് കിട്ടണില്ല. അന്നങ്ങനെ കൊണ്ടുപോയി ഒരുക്കൊന്നുമില്ല. വീട്ടില് വന്ന് ഒരിക്കുക. അതേനി മറ്റേ പിള്ളേരാവോ, ലില്ലി കൂട്ടരൊക്കെയാണാവോ ആർക്കറിയാം. ലിപ്സ്റ്റിക്ക് അല്ലെങ്കിലും ഇടാറില്ല, ഇട്ടിട്ടുമില്ല, ഇട്ട് ഞാൻ കണ്ടിട്ടുമില്ല. കല്യാണത്തിന് അല്ലാണ്ട് ലിപ്സ്റ്റിക്ക് എന്ത് വൃത്തിയാണ്. ഞാനൊരു പൗഡർ പോലും ഇടാത്ത ആളാണ്. ആകെ ഞാൻ പൗഡർ, എന്റെ ഓർമ്മയില് പൗഡർ ഇട്ടേക്കണത് എന്റെ കല്യാണത്തിന് ഏതോ അമ്മാമ്മയെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല. പൗഡർ കൺമഷി ഒന്നും ഇട്ട് ഞാൻ കൺമഷി പൗഡറിന്റെ ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മോഹം ഇങ്ങനെ വീർക്കും. ഇന്ന കഥകളിക്ക് പോകണോ? എനിക്കിഷ്ടമല്ല ഈ പൗഡർ. ദൈവം തന്ന എല്ലാ പൗഡർ ഇട്ട പരിപാടി പോകുന്നതിന്റെ മുഖം പോലെ എന്റെ മുഖം. ഇത്രയും ഗ്ലൈസിങ് ഉണ്ടാവൂലായിരുന്നു പൗഡറൊക്കെ ഇട്ടായിരുന്നെങ്കിൽ. ഞാൻ ആകെ അവന്റെ ഓർമ്മയിൽ പൗഡർ ഇട്ടത് എന്റെ കല്യാണത്തിന് പെണ്ണുങ്ങളെ പിടിച്ചു നിർത്തി മുഖത്തൊക്കെ പൗഡർ ഇട്ടത്. ഞാൻ പൗഡർ ഇടും. പൗഡർ മേടിച്ച് വെച്ചേക്കുന്നത് കക്ഷത്തില്, 2 കക്ഷത്തിലുള്ളൂ പൗഡർ. എപ്പോ നാറാണ്ടിരിക്കാൻ ആളുകൾക്ക്. അല്ലാണ്ട് പൗഡർ മുഖത്തിന്റെ അഴക് ദൈവം തന്ന അഴകുണ്ടാവുള്ളൂ എത്ര പൗഡർ ഇട്ടാലും. ചാരമാരി പൂശിയേക്കണ മാതിരി. അപ്പൊ എന്റെ ചെറിയ ചേച്ചി രാജനുണ്ടല്ല, രാജന്റെ അമ്മിച്ച് എന്തെന്നാ പറയണെന്ന് അറിയാമോ? ഈ കറുത്ത ആളില് പൗഡർ ഇട്ട് കഴിയുമ്പോഴേ എന്തുട്ടടി നെയ്യപ്പം പൂത്തോലെ, നെയ്യപ്പം പൂത്തോല അങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. എന്തുട്ടടി നെയ്യപ്പം പൂത്ത പോലെ എന്ന് പറയും. പുള്ളിക്കരുത്തി ഇടൂല, പുള്ളിക്കരുത്തിക്ക് ഇത്തിരി നിറമുറവാണ്. പുള്ളിക്കരുത്തി ഇടൂല പൗഡർ. അപ്പൊ ആരോ തോലെ ചോദിച്ചു പൗഡർ ഇടണില്ല എന്ന് ഏതാണ്ട് ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞ നെയ്യപ്പം പൂത്ത പോലെ ഇരിക്കാൻ. എന്റെ കല്യാണത്തിന് ഏതോ പെണ്ണുങ്ങൾ എന്നെ പിടിച്ചു നിർത്തി പൗഡർ ഇട്ടത്. അത് പോയെടുത്തപ്പോ അവിടെ ഈ വിൽക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ വലിയായിട്ട് കണ്ണൊക്കെ എഴുതി ഭയങ്കര ലിപ്സ്റ്റിക് ഇട്ട് അത് കണ്ടപ്പോഴും മുഖമൊക്കെ അങ്ങ് ദേഷ്യമില്ലത് കഥകൾ കഴിക്കാൻ കഴിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ആ കൂട്ടൊക്കെ. നമ്മുടെ ചുണ്ടിന് ദൈവം തന്ന അഴകുണ്ടാവും, നമുക്ക് അത്ര ഉള്ളൂ. ഇല്ല, എത്ര ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അവരെ കണ്ടാൽ തന്നെ എനിക്കിഷ്ടമല്ല, ആളുകളെ തന്നെ എനിക്കിഷ്ടമല്ല. ഞാൻ അവരുടെ മുഖമല്ല, ലിപ്സ്റ്റിക് ഇട്ട ആളുകളെ തന്നെ എനിക്കിഷ്ടമല്ല. ഇപ്പൊക്കെ ഇടും, കുറച്ചാളെ പിന്നെ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാതെയാവും. അതാണ് മേരിക്കുട്ടി ആന്റിയുടെ സ്കിന്നല്ലേ, ഉണ്ണിച്ചേട്ടന്റെ മമ്മി ഉണ്ടല്ലോ, പുള്ളിക്കാരി സ്ഥിരം മുഖത്ത് പൗഡർ ഇടും. ഇപ്പൊ ഭയങ്കര അസുഖമായിട്ട് നടക്കാണ് മുഖത്ത്. മുഖം കണ്ടിട്ടില്ല, ഒരു പ്രത്യേക വളർച്ചയല്ലോ അത്. അസുഖമായിട്ട് ഇപ്പൊ ക്രീമൊക്കെ തേക്കുന്നുണ്ട് പൗഡർ ഇട്ടിട്ട്. 77 വയസ്സായിട്ടും ഞാനിപ്പോ അവിടെ ഏതാണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് 17 വയസ്സിൽ 17 വയസ്സിന്റെ സൗന്ദര്യം ഉണ്ടായി. ഇപ്പൊ 77 വയസ്സിൽ ഒരു വൃദ്ധയുടെ മുഖത്തിന്റെ സൗന്ദര്യം ഉണ്ട്. എനിക്ക് 77 വയസ്സ് അല്ല, ഒരു എന്താ കാരണം, എന്റെ ജീവിതത്തിൽ ആ കല്യാണത്തിന്റെ അന്ന് മാത്രമേ പൗഡർ ഇട്ടിട്ടുള്ളൂ. കല്യാണത്തിന്റെ അന്ന് മാത്രം. അല്ലാണ്ട് ഞാൻ ഇച്ചിരി പൗഡർ എടുത്തല്ല മുഖത്തിട്ടിട്ടില്ല. പൗഡർ എടുത്ത മുഖത്തിട്ട ഈ വേച്ച് കെട്ടിയാ മുഴച്ചിരിക്കുള്ളൂ. അങ്ങനെ അവനവനുള്ള സൗകര്യം മതിയെന്നേ. അത് ഞാൻ അവിടെ ഏതാണ്ട് ഇതുപോലെ ആനാണ്ടിനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 17 വയസ്സിൽ എനിക്ക് 17 വയസ്സിന്റെ സൗന്ദര്യം ഉണ്ടായി. ഇപ്പൊ 77 വയസ്സിൽ എനിക്കൊരു പ്രത്യേക ഞാൻ പറഞ്ഞപ്പോ 77 വയസ്സിൽ എനിക്കൊരു വൃദ്ധയുടെ മുഖത്തിന്റെ സൗന്ദര്യം ഉണ്ട്. ഒരു വയസ്സ് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നുണ്ട്, വൃത്തികളില്ല. ഞാൻ കുറച്ച് പൗഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? കുറെ പ്രായമാകുമ്പോ നമുക്ക് ഇത് ഇടാൻ പറ്റൂല. ഇത്രയും പ്രായമായിട്ട് ആ തള്ളയുടെ എന്ന് പറയല്ലേ ആള് ഒരു വേഷം കെട്ട് എന്ന് പറയും. അപ്പൊ ചെറുപ്പം മുതലേ അങ്ങനെ എന്നെ കണ്ടവരെ അങ്ങനെ എന്നെ കണ്ടിട്ട് പൗഡർ ഇട്ടിട്ടേ ഇല്ല. അപ്പച്ചന് പൗഡർ ഇടല്. ഞാൻ 4 മക്കളെ കുളിപ്പിച്ച് ഒരുക്കി ഡ്രസ് ഇടിയിച്ച് കുട്ടി കിടങ്ങാൻ പോന്നാ പോ. അവനിത്തിരി കാശ് കൊടുക്കണം. ഗേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതിനും കൊടുക്കണം. അവനാണത് തന്നെ. മറ്റേത് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും മൂത്തുപോയി. ആള് വന്നില്ല എന്ന് പറഞ്ഞ് മൂത്തുപോയി. ചക്ക കൊടുത്ത കാശ് പറയതെടുത്തോ? അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടാ? ഇല്ല, അത് പറയതെടുത്തോ? പിന്നെ ഒരു
രണ്ടിലോ മുളക് പറിക്കാൻ വന്നപ്പോ ഒക്കെ കൊഴിഞ്ഞു പോയി. പറിക്കാൻ വന്നപ്പോ നീറ് കാരണം പറിച്ചില്ലേ കുറച്ച് നീറ് കയറിയിട്ട് അതിന് കഴിഞ്ഞാലോ 100 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പൊ അത് അവിടെ ഇരിപ്പുണ്ട് 2 കിലോ ഉണ്ട്. അതുകൊണ്ടേ കൊടുത്ത കാശ് വേണ്ടി പറയത് മേടിക്കാതെ. ഞാൻ 2 മണി കൂടി പണിയണം. എത്രയുണ്ട്? അത് 12.